സിനിമാ മേഖലയിലെ ലിംഗവിവേചനവും ലൈംഗിക ചൂഷണവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സർക്കാർ രേഖയായി മാറിയതിന്റെ ആഘാതത്തിലാണ് താരരാജാക്കന്മാർ. ആഡംബരത്തിന്റെയും താരപ്രഭയുടെയും തിളങ്ങുന്ന മുഖത്തിനപ്പുറത്ത് നെറികേടിന്റെ വിളനിലമാണ് മലയാള സിനിമാ വ്യവസായമെന്ന് തുറന്നു കാട്ടുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഒരു തൊഴിലിടം എന്ന അർത്ഥത്തിൽ ചലച്ചിത്ര മേഖലയ്ക്കുള്ള മാന്യതയെ ഇത് സാരമായി കളങ്കപ്പെടുത്തുന്നു. പ്രതിച്ഛായയുടെ കൂടി ബലത്തിൽ നിൽക്കുന്ന താരങ്ങൾ കുറ്റവാളി ഗണത്തിലേക്ക് പോകുന്നത് അവിശ്വസനീയം. വേണ്ടത് പേരുകളാണ്, മുഖങ്ങളാണ്. എത്ര കാലമാണ് ചൂഷണം ചെയ്യുന്നവനെ മറച്ചു പിടിക്കുക? ഏതു മേഖലയോ ആയിക്കൊള്ളട്ടെ, ചൂഷണം ചെയ്യുന്നവനെ ചൂടാറും മുൻപ് തെളിവ് സഹിതം സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ എന്ന് കഴിയുന്നോ അന്നേ ചൂഷണം നിൽക്കൂ. അവസരങ്ങൾക്കായി വനിതാ താരങ്ങളെ ലൈംഗികമായി ഉൾപ്പെടെ ചൂഷണം ചെയ്യുന്ന കാസ്റ്റിംഗ് കൗച്ച് മുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വിളമ്പുന്ന ഭക്ഷണത്തിൽ വരെ ലൈംഗിക താല്പര്യവും വിവേചനവും കലർത്തുന്ന നീചമായ നടപടികൾ സിനിമാ രംഗത്തുണ്ടെന്ന് സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി അടിവരയിട്ട് പറയുന്നു. ഭയന്നും മറഞ്ഞും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്ത ഓരോ നടിക്കും എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല, എന്തിനു ഭയന്നു, എന്തുകൊണ്ട് ഉറക്കെ കരഞ്ഞില്ല, എന്തിനു വാതിൽ തുറന്നു കൊടുത്തു തുടങ്ങിയ ഒരു 100 ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അവർക്ക് പറയാൻ ഒറ്റ മറുപടിയെ കാണൂ. സിനിമ എന്ന അധികമാർക്കും പ്രാബല്യമല്ലാത്ത ആ ഇടത്തിൽ പിടിച്ചു നിൽക്കണമായിരുന്നു. കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തി, ഇനി എങ്ങനെ പിന്നോട്ട്? കുടുംബത്തെ വരെ തകർത്ത് കളയാൻ പ്രബലർ. എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് എതിർക്കും? ഓരോ മേഖലയിലും ഈ മുകളിൽ പറഞ്ഞ ഭയത്തെ ഇല്ലാതാക്കാനാണ് സംഘടനകൾ ഉണ്ടാകുന്നത്. അമ്മ എന്ന് പേരിട്ട് വിളിക്കുന്ന ഒറ്റയാൻ സംഘടനയുണ്ടായതും സിനിമാ മേഖലയിലുള്ളവർക്ക് അർഹതപ്പെട്ടത് നേടാനും സഹായങ്ങൾ നൽകാനുമൊക്കെയാണ്. അതൊക്കെ നടന്നിരുന്നു. പക്ഷേ പിന്നീട് അമ്മയുടെ തലപ്പത്ത് ചോദ്യം ചെയ്യപ്പെടലുകൾ ഇല്ലാതായി. കുറച്ചുപേരുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരിടമായി ഒരു സംഘടന മാറുന്നത് നമ്മൾ പുറമേ നിന്ന് നോക്കിക്കണ്ടു. അത്തരമൊന്നിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സിനിമയ്ക്കുള്ളിലെ ചൂഷണങ്ങളെ പ്രതിരോധിക്കാമെന്ന് കരുതാൻ മാത്രം ബുദ്ധിയില്ലായ്മയില്ലാത്ത കുറച്ചു പെണ്ണുങ്ങൾ പുറത്തേക്കിറങ്ങി WCC എന്ന സംഘടനയുണ്ടാക്കി. എന്തായിരുന്നു പ്രതികരണം? കളിയാക്കലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, അതിലിടപെട്ടാൽ ഇതിലും ഇടപെടാത്തതെന്താണ് എന്ന ചോദ്യം ചെയ്യലുകൾ. മെല്ലെ അവരുടെ ശബ്ദമടഞ്ഞു. അവരിൽ ആരൊക്കെ ഇപ്പോൾ സ്ക്രീനിലുണ്ട്? ആക്രമിക്കപ്പെട്ട നടിയുൾപ്പെടെ സിനിമകളിൽ നിറയുമ്പോൾ സ്ത്രീകൾക്കായി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയും അതിന്റെ അണിയറയിലുള്ളവരും എത്ര വേഗമാണ് തഴയപ്പെട്ടത്. അതാണ് അമ്മ എന്ന സംഘടനയുടെ കൗശലം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്ന കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. ഇന്ത്യൻ സിനിമയിൽ സവിശേഷ ഇടമുള്ള മലയാള ചലച്ചിത്ര മേഖല ഒരു മോശം തൊഴിലിടമാണെന്ന കണ്ടെത്തൽ ദേശീയ തലത്തിൽ പോലും ഒരു ചൂടുള്ള ചർച്ചാ വിഷയമാണിപ്പോൾ. ഇന്നറിയാൻ കണ്ണൂർ. കണ്ണൂരിൽ 45 വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം. കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ, MRF, ഇൻഡിഗോ, ഷാലിമാർ, സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ. മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു. കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു. കുഞ്ഞപ്പ ട്രേഡേഴ്സ്, സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9383 462 422.